Meet the editors. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് പരാമർശം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. 5-6 വർഷമായി കേന്ദ്ര ഏജൻസികൾ തന്നെയല്ലേ കേസ് അന്വേഷിക്കുന്നതെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ ചോദ്യം. കള്ളക്കടത്തിന്റെ ഓഫീസ് പ്രധാനമന്ത്രിയുടേതാണെന്നും പ്രതികളെ കേന്ദ്ര ഏജൻസികൾ ബോധപൂർവം സംരക്ഷിക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് അറിഞ്ഞിട്ടും ഏജൻസികൾ അവിടെ റെയ്ഡ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രസംഗിക്കുകയല്ല, നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. അല്ല, അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളല്ലേ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തെ അന്വേഷിക്കുന്നതിൽ അത്തരം സംവിധാനം ഇതെല്ലാം നമ്മൾ കാണേണ്ടത്. ഇതൊരു കേരളത്തിൽ വന്ന് ഇതൊരു സമയം ചെലവഴിക്കാതെ, ഇവിടെ രാഷ്ട്രീയം പൊതുവെ എല്ലാവർക്കും അറിയാലോ, ഒരു മതനിരപേക്ഷ രാഷ്ട്രീയമാണ് കേരളത്തിനകത്തുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നാണ്. അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അവിടെ അന്വേഷണം നടത്തായിരുന്നത്? കേരളത്തിലെ CPM-ഉം സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ആ ഇൻഫർമേഷൻ കിട്ടിയത് കേന്ദ്ര ഏജൻസികളുടെ പക്കൽ നിന്നാകണം. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? സ്വർണ്ണത്തിൽ തിളയ്ക്കുമോ എന്നതാണ് ചോദ്യം. സുജിയ പാർവതിയിൽ നിന്ന് തുടങ്ങിയാണ്. സ്വർണ്ണത്തിൽ തിളയ്ക്കുമോ? സ്വർണ്ണത്തിൽ കുറെ കാലം തിളച്ചതും തിളപ്പിച്ചതുമൊക്കെയാണ്. ഇടയ്ക്ക് തിളയൊക്കെ ഒന്ന് നിന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും തിളപ്പിക്കാനായിരിക്കണം പ്രധാനമന്ത്രി ഇന്നലെ ആ വാക്ക്. അത് ബോധപൂർവം തന്നെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചതായിട്ടാണ് എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ. സ്വർണ്ണക്കടത്ത് കേസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പോലും പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചാണ് എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയ വിവാദമാക്കി ഡെവലപ്പ് ചെയ്തത് CPIM-ഉം കോൺഗ്രസും തന്നെയാണ്. ഇന്ന് വന്ന പ്രതികരണങ്ങൾ, അതിൽ ആദ്യം വന്നത് മന്ത്രി K രാജനാണ്. മന്ത്രി K രാജൻ വന്നിട്ട് ഇന്ന് ചോദിച്ചത് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ്, ഇത്രയും കാലം അന്വേഷിച്ചിട്ട് എന്ത് കിട്ടി? ഇത് സർക്കാരിന്റെ ഏതെങ്കിലും ഓഫീസ് എന്ന് പോലും പ്രധാനമന്ത്രി പറഞ്ഞില്ല. പക്ഷേ അത് എറിഞ്ഞിട്ട് പിടിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. പ്രധാനമന്ത്രി ചെയ്തത് അതുതന്നെയാണ്. 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്ത് കേസ്, അതിന്റെ അന്വേഷണം ഒരുപക്ഷെ മുറുക്കുമായിരിക്കാം. അതിനോടനുബന്ധിച്ചത് രാഷ്ട്രീയ വിഷയമാക്കി പ്രചാരണം നടത്താനായിട്ടുള്ള ഒരു തുടക്കമാണ് പ്രധാനമന്ത്രി ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് കേരളത്തിന് എന്ത് ഗ്യാരണ്ടി കിട്ടി, എന്ത് നേട്ടമുണ്ടായി എന്നൊക്കെ പറയുന്നതിനേക്കാളും ഈ ഒരു തലക്കെട്ടിലേക്ക് മാധ്യമങ്ങൾ പോലും കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ ആ പ്രസംഗം കഴിയുമ്പോൾ. ആ 41 മിനിറ്റിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് മതി ഈ ഒരു വാചകം പറഞ്ഞു തീർക്കാൻ, അതിന്റെ പരിഭാഷയടക്കം. പക്ഷേ ആ ഒറ്റ വാചകം പത്രങ്ങളുടെയൊക്കെ പ്രധാന തലക്കെട്ടായി, ചില പത്രങ്ങളുടെയൊക്കെ വലിയ അക്ഷരത്തിലുള്ള തലക്കെട്ടാണ് സ്വർണ്ണക്കടത്ത് കേസ്. അപ്പോൾ അങ്ങനെ സ്വർണ്ണക്കടത്തിലേക്ക് ഒരു പാരഡിം ഷിഫ്റ്റ് കൊണ്ടുവരാനായി കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ എന്നത് ഒരു വസ്തുതയാണ്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞതിനേക്കാൾ സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് ചർച്ചയായിട്ടുണ്ടെങ്കിൽ, മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കാണ് ആവർത്തിച്ച് പറഞ്ഞത്, ആ ആവർത്തിച്ച് പറഞ്ഞതിനേക്കാൾ സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് ചർച്ചയായിട്ടുണ്ടെങ്കിൽ ഇരു മുന്നണികളും, BJP മാത്രമല്ല മറ്റ് കോൺഗ്രസ് ആയാലും CPIM ആയാലും UDF ആയാലും LDF ആയാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ. ഇന്ന് VD സതീശൻ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് അത് ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം, അപ്പോൾ പ്രധാനമന്ത്രിക്കും അറിയാം, അന്വേഷണ ഏജൻസികൾക്കും അറിയാം, എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ റെയ്ഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവിടേക്ക് എന്താണ് അന്വേഷണം എത്താത്തതെന്ന് VD സതീശൻ ചോദിച്ച ചോദ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കും. പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന്റെ ഒരു ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ഇതിലേക്ക് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ശ്രമമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ വന്നുപോയത്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. 5 ഏജൻസികളെങ്കിലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതിനായി വന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഇത് തണുക്കുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള വാർത്തകൾ. 2020-21 കാലഘട്ടത്തിലെ ചൂടോ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കോ ഒന്നും പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നു പോകുന്നുണ്ട് എന്നത് മാത്രമാണ്. ഇക്കാര്യത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുണ്ട്, ഡോളർ കടത്തുണ്ട്, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനമുണ്ട്. ഇതൊക്കെ എത്ര വിപുലമായി, എത്ര കാര്യമായി ഉപയോഗിക്കാമായിരുന്നു. പ്രധാനമന്ത്രി പറയുന്നത് പോട്ടെ, അതിനു മുൻപ് BJP-യുടെ നേതാക്കൾക്കായാലും ഒക്കെ ഇത് തുടർച്ചയായി ഉപയോഗിക്കാമായിരുന്നല്ലോ.
അപ്പോൾ അവർ എന്തുകൊണ്ട് അതിൽ മിണ്ടാതിരുന്നു എന്ന ചോദ്യം തിരിച്ച് ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. ആ ചോദ്യത്തിനും അവിടെ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു നടപടി പ്രതികൾക്ക് പിഴ ചുമത്തി എന്നുള്ളതാണ്. 6 കോടി രൂപ സ്വപ്ന സുരേഷിന് ചുമത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് അങ്ങനെ പിഴ ചുമത്തിയിരിക്കുന്ന ഒരു നടപടി അതിൽ ഉണ്ടായിട്ടുണ്ട്. സ്വപ്ന സുരേഷ്, എം ശിവശങ്കർ, പി എസ് സരിത്ത്, സന്ദീപ് നായർ, കെ ടി റമീസ്, UAE കോൺസുലേറ്റിന്റെ മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മേയി, ഇത്രയും പേരുടെ ഈ പേരുകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ എത്ര തവണ പറഞ്ഞ് അങ്ങനെ പോയതാണ്. 44 പ്രതികളാണുള്ളത്. ഈ 2020 ജൂലൈ 5-ന് തിരുവനന്തപുരത്ത് ഈ കാർഗോ കോംപ്ലക്സിൽ നിന്ന് കസ്റ്റംസ് സ്വർണം പിടിച്ചു എന്നുള്ള ആ ഒറ്റ വാർത്ത തൊട്ട് വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് സൃഷ്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിലെന്ത് കണ്ടെത്തി? അല്ലെ ഈ പറയുന്ന ഈ ഓഫീസ് അതേതാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ, അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ എം ശിവശങ്കറിന്റെ ഒരു അറസ്റ്റ് അല്ലാതെ കൃത്യമായി ആ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായിരിക്കും എന്താണ് തിളയ്ക്കുമോ? ഇപ്പോൾ തിളയ്ക്കുകയാണ്, തിളപ്പിച്ച് കഴിഞ്ഞു. തിളയ്ക്കാനായി അടുപ്പത്തേക്ക് വെച്ച് അടുപ്പ് കൂട്ടി അതിലേക്ക് നല്ല കത്തുന്ന വിറക് കഷണം, ചിലപ്പോൾ ഉജ്ജൽ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ അതെടുത്ത് വെച്ച് കൃത്യമായി തിളപ്പിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിനിപ്പോൾ നമ്മളല്ല എന്ന് പറഞ്ഞാൽ അല്ലാതാകില്ല. സ്വർണ്ണക്കടത്ത് കേസ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി നിൽക്കുകയാണ്. അന്ന് പിടിച്ച 30 കിലോ സ്വർണം, അത് മാത്രമല്ല 2019-നും 2020 ആദ്യ പാദത്തിനുമിടയിൽ പലതവണ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തി. അതിനൊക്കെയുള്ള രാഷ്ട്രീയ മറുപടികൾ ഈ ഉന്നയിച്ച ആളുകൾ, അതായത് പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെ പറയേണ്ട ഒരു സാഹചര്യം അവിടെ പ്രധാനമന്ത്രി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസ് ഒരു പുകമറയിൽപ്പെട്ട് നിൽക്കുന്നു എന്ന ഒരു സംശയം സ്വാഭാവികമായും ഉയരുന്ന ഒന്നാണ്. നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അതേക്കുറിച്ച് കൂടുതൽ പറയാനുമുണ്ടാകും. അപ്പോൾ ഈ വിഷയം പൊടി തട്ടിയെടുത്തതിലൂടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ഈ കേസിൽ ഒരുപക്ഷേ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. ശരി, MP നികേഷ് കുമാർ, ഒരു കാര്യം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് പ്രധാനമന്ത്രി. ഇനി അതങ്ങോട്ട് എല്ലാവരും ഏറ്റുപിടിക്കുകയും അതിന്മേൽ ഒരു വലിയ ചർച്ചയുണ്ടാകുകയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്താണ് ഇനി വിഷയമാകാൻ പോകുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സ്വർണ്ണക്കടത്തും വിഷയമാകില്ല. അതൊക്കെ 2020 സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ജൂലൈ 5-ന് അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ റോ ഒഴിച്ചുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഇവിടെ റാഗി പറന്നു. അതിനുശേഷം നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം സ്വപ്ന സുരേഷിന് 6 കോടിയും മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരടക്കം 44 പേർക്ക് പിഴ ചുമത്തി ആകെ 66 കോടി രൂപ ഈടാക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഇക്കാര്യത്തിൽ ഏത് ഓഫീസിലാണ് ഈ സ്വർണ്ണക്കടത്ത് നടന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചാൽ ഏത് ഓഫീസിലാണ് നടന്നത്? കോൺസുലേറ്റിൻ്റെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കോൺസുലേറ്റിലെ അറ്റാഷെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, CFO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്നത്തെ വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണ് രാജ്യത്തിന് പുറത്ത് കടക്കാൻ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് നയതന്ത്ര പാക്കേജ് അല്ല എന്ന് പറഞ്ഞത് വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരനാണ്. ജനം TV-യുടെ കൺസൾട്ടിംഗ് എഡിറ്ററോ കോർഡിനേറ്റിംഗ് എഡിറ്ററോ ആയിട്ടുള്ള അനിൽ നമ്പ്യാരാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ശരിയാണ്, ശിവശങ്കർ എന്ന് പറയുന്ന ആൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിധിന്യായം ഇനി വരാൻ NIA അടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിധിന്യായം വരാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയാൾ പുറത്താണ്, ആ ദിവസം തന്നെ പുറത്താണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പുറത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം സുജിയോട് പറയുകയുണ്ടായി, 4 പേര് ഞങ്ങളിരിക്കുന്നു ഇതിനകത്ത്. ഞാൻ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അതിൽ പങ്കാളിത്തമില്ല എങ്കിൽ, നിങ്ങൾക്കൊന്നും അതിൽ എന്നെ പുറത്താക്കുന്നത് കൊണ്ട് ഭയാശങ്കകളില്ല എങ്കിൽ നിങ്ങൾ എന്നെ പുറത്താക്കുകയാണ് ചെയ്യുക. ആ പുറത്താക്കിയതിന് ശേഷവും എനിക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ മേലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ചെളി തെറിപ്പിക്കാനോ ശിവശങ്കറിന് സാധിച്ചിട്ടില്ല, അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ എന്തെങ്കിലും വരാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ ഈ സ്വപ്ന സുരേഷാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. സ്വപ്ന സുരേഷിനെ കൊണ്ടു നടക്കുന്നത് ആരാണ്? കേരളത്തിലെ BJP-യുമായും RSS-ഉമായും ഒരുമിച്ച് പോകുന്ന വർഗീയ കോമരമായിട്ടുള്ളൊരു അഭിഭാഷകനാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ആരുടെയാണ് പങ്കാളിത്തം? ആ പങ്കാളിത്തം ആരാണെന്നുള്ള കാര്യം നമ്മൾ ഈ 3 വർഷം കഴിയുമ്പോഴേക്കും കൃത്യമായി മനസ്സിലാക്കിയതല്ലേ. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ നിലയിലുള്ള രാഷ്ട്രീയ രീതിയിൽ ഇതിനകത്ത് എന്താ സംഭവം? ഇതിൻ്റെ ഒരു ദാരിദ്ര്യമാണ്, ആരോപണ ദാരിദ്ര്യം യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിനുശേഷം 2020-ന് ശേഷം പ്രധാനമന്ത്രിക്ക് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർദിശയിലുള്ള ഐഡിയോളജിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത നേതാവിന് കേരളത്തിൽ തേക്കുംകാട് മൈതാനത്തെത്തിയിട്ട് ഒരു ആക്ഷേപം പറയാനില്ല ഈ സർക്കാരിനെതിരെ, ഒരു ആരോപണം ഉന്നയിക്കാനില്ല ഈ സർക്കാരിനെതിരെ. അപ്പോൾ ഇതൊന്നും തിളക്കുകയില്ല. ഈ പിന്നെ എന്താ പറയുക, യോദ്ധ എന്ന് പറയുന്നൊരു സിനിമയിൽ ജഗതി പറയുന്നില്ലേ,
നല്ലോണം കലങ്ങിയില്ല എന്ന് പറയുന്നില്ലേ, ആ നല്ലോണം കലങ്ങിയില്ല എന്നുള്ള തോന്നൽ മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. ഇതൊരു നല്ലോണം കലക്കിയിട്ട് വിഷയമേ ഒന്നുകൂടെ അല്ല. എടുക്കോ? ഏ? വേറെ എന്തെങ്കിലും എടുക്കോ? നല്ലോണം കലക്കാൻ നോക്ക്, നല്ലോണം കലക്കാൻ നോക്ക്, എന്നോട് തന്നെ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിപ്പോൾ നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഏത് രൂപത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു, മാധ്യമങ്ങൾ ഏത് രൂപത്തിൽ, എത്ര ദിവസങ്ങൾ ഇതിന് ചർച്ചയായിരുന്നു, പ്രതിപക്ഷം ആ തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിജയിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് കോവിഡ് വരികയും കാര്യങ്ങളൊക്കെ മാറി മറിയുകയും ചെയ്തു. പ്രതിപക്ഷം പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് മിണ്ടാൻ തന്നെ ഭയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ വീണ്ടും മോദി എടുത്തിട്ടു എന്നതുകൊണ്ട് അതിൽ കുറുക്കാൻ സാധ്യതയുണ്ടോ ഇവിടുത്തെ പ്രതിപക്ഷം? അവിടെയാണ് ഇപ്പം സ്മൃതി പറഞ്ഞ ആ പോയിന്റാണ് പ്രധാനം. അതായത് ഇന്നലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറയുന്നു, ആകെപ്പാടെ 10 സെക്കൻഡേ ഉള്ളൂ, നേരത്തെ സുജയ പറഞ്ഞാണ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒറ്റ വരിയേ ഉള്ളൂ, 10 സെക്കൻഡ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കൊണ്ടാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്ററും രാജീവും VD സതീശനും ഒക്കെ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ വിവിധ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. ഇത് ഉദാഹരണത്തിന് JP നഡ്ഡയാണ് പറയുന്നതെന്ന് വിചാരിക്കുക, BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവില്ല കേരളത്തിൽ, അത് അത്ര ഗൗരവത്തിലെടുക്കില്ല. പ്രധാനമന്ത്രി പറയുമ്പോൾ ചില ചോദ്യങ്ങൾ അവിടെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. അത് സതീശനെന്ന് കൃത്യമായി ഉന്നയിച്ചുള്ളതുപോലെ പ്രധാനമന്ത്രിക്ക് തന്നെ ഈ കാര്യത്തിൽ അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തിന് ചോദിക്കാവുന്നൊരു ചോദ്യം, അതിനൊരു സ്പേസ് അവിടെ വരുന്നുണ്ട്. അത്രമാത്രമേ അതിനുള്ളൂ. അത് ഇന്ന് അവസാനിച്ചു, ഇന്നത്തതുകൊണ്ട് അവസാനിച്ചു. ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഒരു ഇഞ്ച് പോലും ഈ കാര്യം മുന്നോട്ട് പോകുമെന്ന്. എന്ന് മാത്രവുമല്ല, ഇന്നിപ്പം വളരെ സാവധാനത്തോടുകൂടി നമ്മൾ ഈ എല്ലാ പത്രമാധ്യമങ്ങളും ഒക്കെ വായിക്കുകയും നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒന്നുകൂടി അനലൈസ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, കേരളത്തിൽ ഒരു വിജയം സൃഷ്ടിക്കുക എന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രമാത്രം സീരിയസ് ആണ്. ഒട്ടും തന്നെ സീരിയസ് ആയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമായിട്ട് വിലയിരുത്താൻ കഴിയില്ല. കാരണം കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 1.5 മിനിറ്റിൽ താഴെയാണ്. അതിലൊരു വരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ വരി പറയാം, അഴിമതി, കുറ്റകൃത്യങ്ങൾ, കുടുംബവാഴ്ച എന്നിവയെല്ലാം ഇരുമുന്നണികളും ഒരുപോലെയാണ്. എന്നീ കാര്യങ്ങളിലെല്ലാം ഇരുമുന്നണികളും ഒരുപോലെയാണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? കുടുംബവാഴ്ച, കുറ്റകൃത്യങ്ങൾ, അഴിമതി, കാടടച്ച് വെടിവെക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെയല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുക എന്ന് പറയുന്നത്. കൃത്യമായി പറയാൻ കഴിയണം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ് എങ്കിൽ, ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കേരളത്തിലൊരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാനാണ് നിങ്ങളിവിടെ വന്ന് പ്രസംഗം നടത്തുന്നത് എങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടത് 2 മുന്നണികളെയാണ്. ദേശീയ പ്രശ്നങ്ങളൊന്നുമല്ല ഇവിടെ പറയേണ്ടത്. ഈ 2 മുന്നണികളെയും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന എന്ത് കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഈ പ്രസംഗത്തിൽ ഉയർത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊരു കാര്യം പറയുന്നു, മോദി വിരോധത്തിൻ്റെ പേരിൽ കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നില്ല. മറ്റൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഒരു കാര്യം പോലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നില്ല. പിന്നെ പറഞ്ഞത് ശബരിമലയിലെ അസൗകര്യത്തെക്കുറിച്ചും തൃശ്ശൂർ പൂരത്തിലെ രാഷ്ട്രീയ കളിയെക്കുറിച്ചുമാണ്. തീർന്നു, 1.5 മിനിറ്റിൽ തീർന്നു കേരളവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ വിമർശനം. തൃശ്ശൂരിന്റെ തറവാടക വിഷയമാണ് ഈ പ്രധാനമന്ത്രി വന്ന് പറയുന്നത്. അവിടുത്തെ കൗൺസിലർ പറയേണ്ട വിഷയം അതാണ്. അപ്പം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം കേരളത്തെ BJP സീരിയസ് ആയി കാണുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. ഇവിടെ വന്ന് അതിഗംഭീരമായി കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാം. ഇപ്പോൾ അവസാനിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ട്, ജീവൻ രക്ഷാ പ്രവർത്തനം അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ സംബന്ധിച്ച വിവാദം, അത്തരത്തിൽ എന്തെല്ലാം വിവാദങ്ങൾ നിൽക്കുന്നു. അതേപോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന കസേരകളി, വടംവലി, KPCC അധ്യക്ഷൻ്റെ നാവിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വികട സരസ്വതി, ഇതെല്ലാം എടുത്തുകൊണ്ട് ഇതൊക്കെ നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നല്ല രാഷ്ട്രീയ നേതാവാണ്, അസലായിട്ട് പ്രസംഗിക്കാൻ അറിയാൻ നല്ല ഷോമാനാണ്. എവിടെ എന്ത് പറയണം, എന്ത് പറഞ്ഞാൽ അത് ഏക്കും എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. അൺഫോർച്ചുനേറ്റ്ലി BJP ഈസ് നോട്ട് അറ്റ് ഓൾ സീരിയസ് ഇൻ കേരള. ഞാൻ പറയുന്നത് നാഷണൽ BJPയുടെ കാര്യമാണ്. അങ്ങനെ ഒരു ദേശീയ നേതൃത്വം കേരളത്തെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ സുരേഷ് ഗോപിയോട് എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചോ നരേന്ദ്രമോദി? സാധാരണഗതിയിൽ സുരേഷ് ഗോപിയോട് തോളത്ത് തട്ടുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആക്ട് കാണിക്കുന്നതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ആ വേദിയിൽ എല്ലാവരോടും കൈ കാണിച്ച് തൊഴുന്ന, വാഹനത്തിൽ കയറ്റിയത് എനിക്കറിയില്ല, പക്ഷേ വാഹനത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ വേദിയിൽ ഈ പറഞ്ഞ ആകപ്പാടെ പേര് പരാമർശിച്ചില്ല ഉണ്ണി. ഇല്ല എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന വൈക്കം വിജയലക്ഷ്മിയുമായിട്ട് കുശലം പറഞ്ഞു, മിന്നുമണിയെ തലതൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഷോയാണ്. ആ ഷോയിൽ സുരേഷ് ഗോപിയൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഞാൻ
ഒട്ടും സീരിയസ് ആയിരുന്നില്ല ഇന്നലെ നരേന്ദ്രമോദി കേരളവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം രാജ്യവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഒറ്റ പറഞ്ഞിട്ടുണ്ട്. കാര്യം, അത് അമിത്ഷായുടെ പരിപാടിയിൽ കൂട്ടിച്ചേർക്കാനാണ്. അമിത്ഷായുടെ പരിപാടിയിൽ അമിത്ഷാ എത്തിയതിന് ശേഷമാണ് സുരേഷ് ഗോപിയുടെ എൻട്രി. അതെ. സാധാരണഗതിയിൽ അത് സമ്മതിക്കുന്നതല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നതിന് ശേഷം സുരേഷ് ഗോപിയെ പോലെ ഇന്ന് യാതൊരു പദവിയും വഹിക്കാത്ത ആള് സ്റ്റേജിലേക്ക് കയറി വരുന്നു. അമിത്ഷായ്ക്ക് കിട്ടാത്ത കയ്യടി സദസ്സിൽ നിന്ന് ഉയർത്തുന്നു. അതിനുള്ള ഒരു സ്റ്റേജ് മാനേജ്മെന്റ് അവിടെ നടത്തുന്നു. യഥാർത്ഥത്തിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ സീറോ ആയിപ്പോയി സുരേഷ്. അതാണ് ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചേക്കാം. എൻ്റെ ആദ്യത്തെ കമൻറ്റ്, ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ ചോദ്യോത്തരം എന്ന് പറയുന്ന ഇൻ്റർവ്യൂ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമിത്ഷാ അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. അമിത്ഷാ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പം അന്ന് ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം മോബ് ലിഞ്ചിങ് നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ആദ്യത്തെ ചോദ്യം ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ അത് ചോദിച്ച ഉടനെ തന്നെ എന്നെ നോക്കി അത് ഒരു ചിരിയിരിക്കുന്നു. എന്നിട്ടൊരു പേപ്പർ എടുത്തിട്ട് കേരളത്തിന് വേണ്ടി കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എന്നോട്. ശരി, ഈ ചോദ്യം അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് മറ്റേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ടുണ്ട്. ആ നോട്ട് വെച്ചിട്ട്, കാരണം അയാളൊരു, ഞാൻ പറയുന്നത് അതിനെ ഞാൻ മോശമായിട്ടല്ല കാണുന്നത്, ഇകഴ്ത്തി കാണുകയല്ല ഞാൻ പറയുന്നത്. അയാൾ ഇവിടെ വന്ന് എനിക്ക് അഭിമുഖം നൽകുന്നത് ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്. എന്താണ് BJP കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു മാധ്യമം അയാൾ ഉപയോഗപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, 2019 മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് BJPയെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, എത്ര തുക കേരളത്തിന് വേണ്ടി വകയിരുത്തിക്കൊണ്ടിരിക്കുന്നു, എത്ര പദ്ധതികൾ നൽകിക്കൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് പല ചോദ്യങ്ങളെയും ഇവേഡ് ചെയ്യുന്നു. ഒരു ചിരിച്ച് ഒഴിവാക്കുകയാണ്. എന്നിട്ട് എന്താണ് BJPക്ക് കേരളത്തോടുള്ള സമീപനം എന്നത് വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അയാളൊരു പൊളിറ്റീഷ്യനെ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അയാൾ വളരെ ഷാർപ്പാണ്. അയാളോട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളുടെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞൊരു ക്ലാരിറ്റി വരുത്തി ഉണ്ണി ബാലകൃഷ്ണനെയും അങ്ങനെ ഒരു ജനാധിപത്യ ബോധമൊന്നും അതില്ല. അത് ഒരു ഘട്ടത്തിൽ ബാലകൃഷ്ണന് മറ്റു കാര്യങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വെച്ച് പറഞ്ഞത് ആയിക്കോട്ടെ. അതായത് കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അയാളുടെ ഒരു തീരുമാനമാണ് ആ ഇന്റർവ്യൂവിൽ. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ നേതാവ് കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ വേറൊരു ആക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു പ്രിപ്പയർഡ്നെസ് പോലും ഇന്നലെ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി, നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ ഒട്ടും തന്നെ ജനാധിപത്യ സ്വഭാവത്തിലല്ല ആ ഇൻ്റർവ്യൂ നടന്നത്. ജനാധിപത്യ വിരുദ്ധമായിരിക്കുമ്പോൾ പോലും അയാൾക്കൊരു പൊളിറ്റിക്കലായിട്ടുള്ള എയിമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രിപ്പയർഡ് ചെയ്തു വന്നിരിക്കുന്ന ഒരു നോട്ട് കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ എന്നെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് എങ്കിലും അന്ന് അമിത്ഷാ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നരേന്ദ്രമോദി കേരളത്തെ സീരിയസ് ആയി കണ്ടുകൊണ്ടൊരു രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കൃത്യമായ കാര്യങ്ങൾ അടിവരയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം 1.5 മിനിറ്റുള്ളൊരു വിമർശനം മാത്രമാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. അതിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം കേരളത്തിൽ നിന്ന് ഇക്കുറി BJP ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. സ്വർണ്ണക്കടത്ത് ഈ 4 മാസം ഇനിയുമുണ്ട് കേട്ടോ, തെരഞ്ഞെടുപ്പിന് 4 മാസം ഇനിയുമുണ്ട്. ഒട്ടും തന്നെ സമയമായിട്ടില്ല ആ വിഷയം അങ്ങനെ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ BJPക്ക് നന്നായിട്ടറിയാം. ഒരാഴ്ച മുമ്പ് അത് കൃത്യമായ ഒരു അന്വേഷണ ഏജൻസി ഇറക്കി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണിക്കാനായിട്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ ഇതിൻ്റെ പിന്നാലെ പോയി അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രതികരണം ഉണ്ടാകാൻ കാരണം പ്രധാനമന്ത്രി അത് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് JP നഡ്ഡ പറഞ്ഞ ഇത് ആരും ശ്രദ്ധിക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി ഇന്ന് ഇതുവരെ ഈ വിഷയം പറഞ്ഞിട്ടില്ല. 2020 വന്ന 2020 ജൂലൈ 5 മുതൽ ഈ 2024 വരെയുള്ള സമയം അങ്ങനല്ല. നരേന്ദ്രമോദി അതിനുശേഷം തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ പിണറായി വിജയന്റെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് എത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ഞാനൊന്ന് പറയട്ടെ, എന്റെ ഊഴാണ്. സ്വർണ്ണത്തിൽ തിളയ്ക്കുമോ എന്ന് ചോദിച്ചാൽ തിളക്കില്ല. കാരണം ഒരുപാട് തിളപ്പിക്കാൻ നോക്കുകയും ഒരുപാട് ചർച്ച ചെയ്യുകയും നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുകയും അപ്പോൾ വന്ന തെളിവുകൾ എന്ന നിലയ്ക്ക് പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്താണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ ഇനി കുടുങ്ങും എന്നുള്ള അന്വേഷണമായിരുന്നു ആ ഘട്ടത്തിൽ നടന്നത്. അപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ മറ്റൊരു വിഷയം ഇല്ലാത്തതുകൊണ്ട് അത് ഒന്ന് പറഞ്ഞു പോവുകയാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. അതും 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന വിഷയമാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ വിഷയമില്ല. അപ്പോൾ പുതിയൊരു വിഷയം കണ്ടെത്താൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അത് പക്ഷേ സ്വന്തം കാലിൽ വെടിവെക്കുന്നത് പോലെയാണ്. കാരണം ഇത് അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസികളാണ്. കേന്ദ്ര ഏജൻസികൾക്ക് ഇത്രയും കാലം ഉണ്ടായിട്ടും തെളിയിക്കാൻ പറ്റിയതാകെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഇടപെടൽ മാത്രമാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ്. അതല്ലാതെ പലരെയും ചോദ്യം ചെയ്തിരുന്നു. ആരുടെ ഭാഗത്തേക്കും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ആരോപണം ഇതിൽ പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ പിന്നീട് തന്നെ ഉപയോഗിക്കുകയാണെന്ന രീതിയിൽ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം. ഏത് ഘട്ടത്തിലാണ് അവർ സ്വപ്ന സുരേഷ് പ്രതികരിക്കാൻ വന്നത്, ഏത് ഘട്ടത്തിലാണ് അവർ തുറന്നു പറയലുകളുമായി വന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ അതിനുശേഷം അവർ ചിലരുടെ ടൂളായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൃത്യമായ ഇടവേളകളിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ വേണ്ടി അങ്ങനെയാണ് മറ്റേ ബിരിയാണി ചെമ്പ് പോലുള്ള വിഷയങ്ങളൊക്കെ വന്നത്.
അപ്പോൾ ഇതിന്റെ പിന്നാലെ പോകുന്ന ഒരു രീതി പ്രതിപക്ഷം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രതിപക്ഷം അത് അവസാനിപ്പിച്ചിരിക്കുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയാമായിരുന്നു, നിങ്ങൾ എന്താണ് അന്വേഷിച്ചത്, നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നല്ലോ, അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ വികാരം ഉണ്ടാക്കി പോവുക, വൈകാരികമായ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇളക്കി വിടാൻ ശ്രമിക്കുക. അതിപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, BJP ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളാണെങ്കിലും ഇത് വികാരം ഇളക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് നടക്കുന്നത്. പക്ഷേ അതിവിടെ കേരളത്തിൽ എന്തായാലും ഇനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി അത് തന്നെ പഴയതിങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, അത് അത്ര സീരിയസ് ആയിരുന്നു, എനിക്ക് സംശയമുണ്ട്. അതായത് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല, അതൊരു വാചകമാണ്. ഒരു വാചകമാണത്. എനിക്ക് മറ്റൊരു തോന്നുന്നു വാചകം പറയാനില്ലേ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ആശയ ദാരിദ്ര്യമാണത്. അതെ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നേതാക്കൾ കൊടുത്ത വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. മാത്രമേ അറിയുള്ളൂ, അല്ലല്ല. അത് ഏറ്റുപിടിച്ചു എന്നുള്ളതുകൊണ്ട്. മോഡി ഇപ്പം കേരളത്തിലെ സർക്കാരിനെതിരായിട്ട്, പിണറായി വിജയന്റെ സർക്കാരിനെതിരായിട്ട് സ്വർണ്ണക്കടത്ത് ഒരു സീരിയസ് ആയ വിഷയമായിട്ട് ഉന്നയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലല്ല സ്മൃതി അത് അവതരിപ്പിക്കുക. പക്ഷേ അത് വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിക്കാൻ അയാൾക്കറിയാം. ഇതൊരു പാസിംഗ് കമന്റ് മാത്രമാണ്. അതിനെ എടുത്ത് ചില മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ചു. അതിന്റെ തൊട്ടു പിന്നാലെ മറുപടി പറയാൻ പലരും ബാധ്യസ്ഥരായി. അതിന്റെ ഭാഗമായിട്ടൊരു വാദപ്രതിവാദം നടന്നു. അത് അവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവിടെ ഇത്ര പ്രാധാന്യമില്ലാത്ത അവിടെ ഒറ്റ കാര്യം, സർ. ഒരു ഞാനിതൊന്ന് പൂർത്തിയാക്കട്ടെ. അതായത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ KT ജലീലിനെതിരെയൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം ഖുറാനിൽ സ്വർണം കടത്തി, അദ്ദേഹം ഈന്തപ്പഴത്തിന്റെ കുരു എടുത്തു കളഞ്ഞ് അതിനകത്ത് സ്വർണം കയറ്റി എന്നൊക്കെ, അതൊക്കെ അന്വേഷിക്കുകയും യാതൊരു ബേസും ഇല്ലാത്ത ആരോപണങ്ങളാണ് എന്ന് തെളിയുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജുഗുപ്സാവഹമാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ ഒരു തിളക്കലും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ വന്നിട്ട് ഇത് പ്രൂവ് ചെയ്യപ്പെടാതെ പോകുമ്പോൾ വരുന്ന ഒരു സർക്കാരിനെതിരെ, സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനകത്ത് കേരളം ഒരു ഗൗരവം കാണിക്കും. ഞാനൊക്കെ പത്രം വായിക്കുന്ന കാലഘട്ടം മുതൽ വരുന്ന ആരോപണങ്ങൾ വലിയ നിലയിൽ തന്നെയാണ് നമ്മളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ളത്. വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ്. എല്ലാ UDF സർക്കാരുകളുടെയും മാറ്റം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ ശരിയായിട്ടും തെറ്റായിട്ടും ഉണ്ടാകും, പക്ഷേ ഇതിനകത്ത് യാതൊരു ഗൗരവവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ ഞാൻ പറയാം ചില ആരോപണങ്ങൾ. ഷാർജ രാജാവിൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി 4 പവൻ സ്വർണം കൈക്കൂലി കൊടുത്തു എന്നുള്ളത്. ആര്? മുഖ്യമന്ത്രിയുടെ ഭാര്യ. സ്വർണ്ണ ചെമ്പിൽ അല്ല എന്താ പറയുക, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നുള്ള ആക്ഷേപം നേരത്തെ ജലീലിൻ്റെ കാര്യത്തിൽ ഉന്നയിച്ച ഖുറാൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും ഒക്കെ കാര്യം ഒന്നും നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്ന് ബോധ്യമായില്ലേ? അതൊക്കെ വീണ്ടും ആരോപണമായിട്ട് ഉന്നയിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാണ്. പിണറായി വിജയനെ കുറച്ചുകൂടി ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കലാണ്. എന്തിനാണത് പ്രധാനമന്ത്രി ചെയ്യുന്നത്? എന്തിനാണ് ഇവിടുത്തെ VD സതീശൻ അത് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഞാൻ പറയാൻ വന്നത്, അങ്ങനെയാണെങ്കിൽ ഉണ്ണി സാർ പറഞ്ഞതുപോലെ വെറും 1 മിനിറ്റ് താഴെ പരിഭാഷയടക്കം ജനങ്ങളത് മനസ്സിലാക്കിയെടുത്ത സമയം കൂടി കണക്കാക്കി കഴിഞ്ഞാൽ 10 സെക്കൻഡ് പറയുന്നു, 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് പരിഭാഷ, അതിനുശേഷം ആളുകൾക്ക് അത് ഗ്രഹിക്കാനുള്ളൊരു സമയം, എല്ലാം നോക്കിയാലും 1 മിനിറ്റ് മതി ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിനെ പ്രധാന തലക്കെട്ടാക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സ്കീമുകളെ കുറിച്ചല്ല മന്ത്രിമാർ പ്രതികരിക്കുന്നത്. അവിടെയാണ് പൊള്ളത്തരം കിടക്കുന്നത്. ഈ കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പുണ്ടെന്ന് പറയുമ്പോൾ തപ്പി നോക്കുന്നത് പോലെ തന്നെയാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഇതിലാണ് പ്രതികരിക്കുന്നത്. അല്ലാതെ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പായില്ല, ഇന്ന കാര്യങ്ങൾ നടപ്പായില്ല. സാർ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ ഉജ്ജ്വൽ യോജന പദ്ധതിയെ കുറിച്ചൊക്കെ. അപ്പോൾ ഓരോ പദ്ധതിയും എടുത്തിട്ട് കേരളത്തിൽ എന്ത് നടപ്പായി എന്ത് നടപ്പായില്ല എന്ന് പറഞ്ഞ് ആക്രമിക്കേണ്ട മന്ത്രിമാരടക്കമുള്ളവർ വന്നിട്ട് പറയുന്നത് സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഏത് വിഷയമാണ് ഉന്നയിക്കേണ്ടത്, ആരത് ഏറ്റെടുക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രി അത് ഇട്ട് നോക്കിയതാണ്. ഒറ്റ വരി മതി, അതിൽ കയറിപ്പിടിച്ചു. ബാക്കി എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ 41 മിനിറ്റ് പ്രസംഗത്തിൽ പറയാൻ കഴിയാവുന്ന മറ്റു വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ പറഞ്ഞ പദ്ധതികളെ കുറിച്ചല്ലല്ലോ പറയേണ്ടത്, രാഷ്ട്രീയമായ ആരോപണം. അല്ല, പദ്ധതി ഇല്ല എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ ആരുടെ ഓഫീസിലാണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക പ്രതികരണം. എന്നാൽ പോലും ഞാനതൊരു ആശയദാരിദ്ര്യമായിട്ടാണ് കാണുന്നത് അക്കാര്യത്തിലുള്ള പ്രതികരണം എന്ന് പറയുന്നത്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി, എന്ത് ഗ്യാരണ്ടി? അതാണിന്നിപ്പോൾ K. രാജൻ ചോദിച്ചത്. ഇവിടെ നമുക്ക് കിട്ടാനുള്ള വിഹിതത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമുക്ക് തരാതെ പോയിട്ടുള്ള നിരവധി പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ? ഈ ഗ്യാരണ്ടികൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. അതല്ലാതെ ഏതോ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കിയ ഏതോ ചില കാര്യങ്ങൾ എന്ന നിലയിലുള്ള ചില ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് പുച്ഛത്തോടു കൂടിയല്ലേ കാണുള്ളൂ. കേരളം ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരിക്കും, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ പിന്നെ ഭയങ്കര വികസനമാണല്ലോ. അല്ല, കേരളത്തിൽ വിഹിതം തരുന്നില്ല എന്ന് സമ്മതിക്കുകയാണ് സുജിയ. അല്ല, കേന്ദ്രം തരേണ്ട കാര്യങ്ങൾ കൃത്യമായ 25 ഹെഡുകളിൽ കേരളമാണ് മുന്നിൽ എന്ന് വിലയിരുത്തിയിട്ടുള്ളത് ഈ സർക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോ അല്ല.
അത് പ്ലാനിംഗ് കമ്മീഷന് പകരം കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, നീതി സെപ്പറേറ്റ് ആയോഗാണ് എൻറ്റിറ്റി അല്ല. 25 ഹെഡുകളിൽ വെറുതെ അല്ല. കേരളം എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമല്ല. തമാശയും പിള്ളേരുകളിയല്ല ഇവിടെ നടക്കുന്നത് എന്ന് പോയി പറയണം. അപ്പൊ സ്വർണത്തിൽ തിളയ്ക്കുമോ എന്ന ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണോ? ഇനി തുടർ എന്തെങ്കിലും പറയാനുണ്ടോ? ധാരാളം. തിളയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. തിളക്കില്ല എന്ന് തന്നെയാണ് 4 പേരും. തിളക്കില്ല എന്നാണോ അഭിപ്രായം? ഞാൻ തിളക്കുമെന്നാണ് പറഞ്ഞത്. ആണോ? അപ്പൊ കള്ളവോട്ട് അപ്പൊ വന്നു. അവിടെ കള്ളവോട്ട് വോട്ടിംഗ് വന്നു. മെഷീൻ വോട്ടിംഗ് മെഷീനിൽ എന്താ കുഴപ്പം പറ്റിയിട്ടുണ്ട്? പ്രൊഡ്യൂസർ ചതിച്ചു. 2024 വോട്ടിംഗ് മെഷീൻ ഇവിടെ കൊണ്ടുവന്നു സംശയമുണ്ട്. ഞാൻ ആശയപ്രകാശനത്തിനുള്ള സാധ്യതകൾ പരമാവധി തേടുന്നു. കഴിഞ്ഞ ദിവസം 2024 ജൂൺ ജൂലൈ മാസത്തിലുള്ള ചർച്ച പ്രധാനമായിട്ടും ഇതായിരിക്കും. അതല്ല, തോറ്റവർക്ക് കരയാൻ എന്തെങ്കിലും വേണമല്ലോ. അല്ല, അതിനുള്ള സാധ്യത ഞാൻ തേടിക്കൊണ്ടിരിക്കും. അതെ. എല്ലാ ചർച്ചകളിലും ഞാൻ ആ ഒരു പോയിന്റ് വെക്കും. അതെ, സംപൂജ്യ എംപിമാരുടെ പട്ടികയും മുൻനിർത്തി നമ്മൾ സംഘടിപ്പിക്കുന്ന വിശാലമായ ചർച്ച. ശരി, നമ്മൾ ഏതായാലും അപ്പൊ ഒരാൾക്ക് എതിരഭിപ്രായം വോട്ട് തിളയ്ക്കും. കാണിക്കുന്നില്ല. എന്തായാലും തിളയ്ക്കും. തിളയ്ക്കുമെന്ന് ഒരാൾ, തിളക്കില്ല എന്ന് 3 പേർ കാണിക്കാൻ തിരുത്തിയിട്ടുണ്ട്. Meet the editors.